LK അദ്വാനിയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലേക്ക് പോവുകയാണ്. NDA നേതാക്കൾ ഒന്നിച്ച് രാഷ്ട്രപതിക്ക് പിന്തുണക്കത്ത് നൽകും. അർജുൻ പീതാംബരൻ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, മുതിർന്ന നേതാവിനെ കണ്ട് തന്നെ സർക്കാർ രൂപീകരണ നടപടികളിലേക്ക് കടക്കുകയാണല്ലോ. ഇനി എന്തൊക്കെ മറ്റ് നടപടികളാണ് ഇനി ശേഷിക്കുന്നത്? ഏതൊക്കെ നേതാക്കൾ അനുഗമിക്കുന്നുണ്ട്? അർജുൻ. പ്രതീക്ഷ മുതിർന്ന നേതാക്കളെ സന്ദർശിക്കുകയാണ് നിലവിൽ നരേന്ദ്രമോദി. ആദ്യം LK അദ്വാനിയുടെ വസതിയിലേക്കായിരുന്നു പോയത്. അതിനുശേഷം മുരളി മനോഹർ ജോഷിയുടെ വസതിയിലേക്ക് എത്തി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിരുന്നു, അനുഗ്രഹം വാങ്ങിയിരുന്നു. ഇപ്പോൾ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള രാംനാഥ് കോവിന്ദിൻ്റെ വസതിയിലെത്തി അദ്ദേഹവുമായിട്ടും കൂടിക്കാഴ്ച നടത്തുകയാണ് നരേന്ദ്രമോദി. അതേസമയം തന്നെ മറ്റ് NDA നേതാക്കൾ ഇതിനോടകം തന്നെ രാഷ്ട്രപതി ഭവനിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ ഈ പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങി മറ്റ് നേതാക്കളുടെ കോൺവോയ് അടക്കം രാഷ്ട്രപതി ഭവനിലേക്കായിരുന്നു പോയിരുന്നത്. ഈ മുതിർന്ന നേതാക്കളെ കണ്ട ശേഷം പ്രധാനമന്ത്രി കൂടി എത്തിയതിന് ശേഷമായിരിക്കും മറ്റ് NDA നേതാക്കൾക്കൊപ്പം രാഷ്ട്രപതിയെ കണ്ട് ഈ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശം ഉന്നയിക്കുക. മറ്റ് സഖ്യകക്ഷി നേതാക്കളുടെ കൂടി പിന്തുണക്കത്ത് രാഷ്ട്രപതിയെ ഏൽപ്പിക്കുക. 15 സഖ്യ നേതാക്കൾക്കൊപ്പമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് ഈ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശം ഉന്നയിക്കുക. പിന്നാലെ തന്നെ രാഷ്ട്രപതി സർക്കാർ രൂപീകരിക്കാൻ BJP ഉൾപ്പെടെയുള്ള NDA ക്ഷണിക്കുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഈ NDA യോഗത്തിനിടയിൽ ആദ്യം തന്നെ പ്രഹ്ലാദ് ജോഷി പറഞ്ഞിരുന്നു ജൂൺ 9-ാം തീയതി വൈകിട്ട് 6 മണിക്ക് മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യും, അധികാരമേൽക്കുമെന്നുള്ള കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏകദേശം 8000 മുതൽ 10000 വരെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ഈ മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുക. എന്തായാലും ഇവിടെ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലടക്കം വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം മോദി പ്രകടിപ്പിച്ചത് മാത്രമല്ല TDP JDO ഉൾപ്പെടെയുള്ള കക്ഷികളെയും ഈ സഖ്യ നേതാക്കളെയും എല്ലാം ഒപ്പമിരുത്തി അവരെ കൂടി പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ 10 വർഷത്തെയും വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ഒപ്പം ഇന്ത്യ സഖ്യത്തിനും വലിയ രീതിയിൽ പുതിയ സർക്കാർ വരുമ്പോൾ അതിന്റെ പ്രത്യേകത 10 വർഷങ്ങൾക്കിപ്പുറം അത് കൂട്ടുകക്ഷി ഭരണം എന്നുള്ളതാണ്. അവിടെ പഴയ മുഖങ്ങളൊക്കെ തന്നെ നിർണായക പോസ്റ്റുകളിലിരുന്ന ആളുകളൊക്കെ തുടർന്നേക്കാമോ? RSSന്റെ റോൾ, അത് RSSന്റെ കൂടി അഭിപ്രായങ്ങളൊക്കെ തേടിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കിലേക്ക് ഇനി കാര്യങ്ങൾ പോകുമോ? അങ്ങനെയൊക്കെയുള്ള, കാരണം RSSനോട് അല്ലെങ്കിൽ ആ അടുപ്പം കുറയുന്നു തുടങ്ങിയ പരാമർശങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടി അങ്ങനെയുള്ള മോണിറ്ററിങ് എങ്ങനെ? പിന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ സ്ഥാനമാനങ്ങൾ സംബന്ധിച്ച് അവരുടെ വകുപ്പുകൾ സംബന്ധിച്ചൊക്കെയുള്ള ഒരു ധാരണകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഇത്തരം ചർച്ചകളിലൂടെ ഉരുത്തിരിയുന്നുണ്ടോ? പ്രജീഷ്, നിലവിൽ ഘടകകക്ഷികളെ ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വകുപ്പുകൾ എന്ന രീതിയിൽ BJPക്ക് അകത്ത് BJPയിൽ ആരൊക്കെ മന്ത്രിമാരാകണമെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ RSS നേതാക്കളടക്കം ഈ BJPയുടെ യോഗങ്ങളിൽ ഇന്നലെ JP നദ്ദയുടെ വസതിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മണിക്കൂറുകൾ നീണ്ട യോഗം പുരോഗമിച്ചിരുന്നു. അതിൽ RSS നേതാക്കളടക്കം പങ്കെടുത്തിരുന്നു. RSSുമായി അവരെ കൂടി പരിഗണിച്ച് അവരുമായി അടക്കം ചർച്ച നടത്തി തന്നെയാണ് ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളുമായി ബന്ധപ്പെട്ട് BJP മുന്നോട്ട് പോകുന്നത്. നിലവിൽ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേര് തന്നെയാണ് ഏറ്റവും അധികം പരിഗണിച്ച് കേൾക്കുന്നത്, അല്ലെങ്കിൽ പരാമർശിച്ച് കേൾക്കുന്നത്. അതിനോടൊപ്പം തന്നെ പീയൂഷ് ഗോയൽ ധനമന്ത്രി ആയേക്കാം. S ജയശങ്കറിനെ നിലനിർത്തും. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപക്ഷെ അമിത്ഷാ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് വരുമെന്നുള്ള കാര്യം. ഈ രാജ്നാഥ് സിംഗിൻ്റെയും അമിത്ഷായുടെയും അതുപോലെ തന്നെ ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നുള്ള ഈ പേരുകൾ ഏകദേശം കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ നിലനിർത്തും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് BJP വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 5 വീതം മന്ത്രിസ്ഥാനം, അതിൽ 3 വീതം ക്യാബിനറ്റ് മന്ത്രി പദവിയും 2 വീതം സഹമന്ത്രി പദവിയും വേണമെന്നുള്ള കാര്യം TDPയും JDUവും BJPയെ അറിയിച്ചിട്ടുണ്ട്. അതിൽ റെയിൽവേ മന്ത്രാലയം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല, അത് ന്യായമായിട്ടുള്ള ആവശ്യമാണ് എന്നുള്ള കാര്യം JDUവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം BJP നൽകിയിരിക്കുന്ന ഒരു മറുവാദം, ഒരു മറു ഓഫർ എന്ന് പറയുന്നത് 1 വീതം ക്യാബിനറ്റ് മന്ത്രി പദവിയും 2 വീതം സഹമന്ത്രി പദവിയും ഈ 2 ഘടകകക്ഷികൾക്കും നൽകാം എന്നുള്ള കാര്യം കൂടി നിലവിൽ BJP അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ്, ഒരു ധാരണയിൽ എത്തിയിട്ടില്ല. അപ്പോഴും ഇതിനോടകം നരേന്ദ്രമോദിയെ ഇവർ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ചർച്ച തുടരുമെന്നുള്ള കാര്യം ഘടകകക്ഷി നേതാക്കളും അറിയിച്ചിട്ടുണ്ട്. ധാരണയായിട്ടില്ല. ഘടകകക്ഷികളിൽ ആരൊക്കെ മന്ത്രിയാവും, അവർക്ക് ഏതൊക്കെ വകുപ്പുകൾ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ, ഒരു തീരുമാനം വരാനുണ്ട്. അതേസമയം തന്നെയാണ് BJPക്ക് അകത്ത് ആരൊക്കെ മന്ത്രിമാരാവണം എന്നുള്ള കാര്യത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതും അതിലേറെക്കുറെ ധാരണയായി എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്.